എളുപ്പത്തിൽ നമുക്കൊരു കൂന്തൽ കറി ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ കറണ്ടില്ല, അതാണ് വെളിച്ചക്കുറവുള്ളത്. ഇതാണ് കൂന്തൽ. ഞാൻ നന്നായിട്ട് മുറിച്ച് കഴുകി മുളകും മഞ്ഞളും ഉപ്പും കുറച്ചിട്ടിട്ടുള്ളേ. ബാക്കി നമ്മൾ പുറകെ ഇടും. അത് തേച്ച് പുരട്ടി ഒരു അരമണിക്കൂർ വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് കൊച്ചുള്ളിയാണ്. കൊച്ചുള്ളി ഇതേമാതിരി തന്നെ തോല് പൊളിച്ചിട്ട് ചെറുതാക്കി അരിഞ്ഞ് നന്നായി കഴുകി വെച്ചത്. തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇത് ഇത്രയാണ് വേണ്ടത്. പിന്നെ പൊടികൾ വേറെ വരും. തക്കാളി നമുക്ക് ഈ ഫോമിലല്ല വേണ്ടത്. ഇത് നമ്മൾ കുക്കറിലിട്ടിട്ട് ഒന്ന് വിസിലടിപ്പിക്കണം. ഇത് പുഴുങ്ങി ഇതിൻ്റെ തോല് പോക്കിയിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് വേണം കറിയിലിടാൻ. അപ്പോൾ അതേ തക്കാളി ഞാൻ കുക്കറിൽ വേവാനിട്ടിട്ടുണ്ട്. തക്കാളി വേകട്ടെ. ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് തവിടെണ്ണയാണ്. ഇത് നല്ലതാണ്, കൊളസ്ട്രോളിനൊക്കെ നല്ല എണ്ണയാണെന്ന് പറഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. അത് നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് കൊച്ചുള്ളി നമ്മൾ ഇതിലിട്ടൊന്ന് വാട്ടണം. ഇപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് വാടി വരണം. എന്നിട്ട് വേണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി വാട്ടിയെടുക്കാം കേട്ടോ. വാടി വന്ന കൊച്ചുള്ളിയിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. കുറേശ്ശേ ചേർത്തിട്ടുള്ളൂ. എന്താ വെച്ചാൽ നമ്മൾ കൂന്തൽ വേവിക്കുമ്പോൾ കൂന്തലിന് കുറച്ച് ഇട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് മതി, കുറേ എരിയാവണ്ട. ഇനി ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. മുളകിൻ്റെ ഒക്കെ ഒരു മഞ്ഞമണം മാറുന്ന വരെ, ഒരു പച്ചമണം മാറുന്ന വരെ ഇതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം പച്ചമണം മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചതിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്കും നമ്മൾ വേവിച്ച് വെച്ച തക്കാളി മിക്സിയിലിട്ട് അടിച്ചത് ചേർത്ത് കൊടുത്ത് യോജിപ്പിക്കും. കുക്കറിൽ നന്നായിട്ട് 2 വിസിലടിച്ചതാണ്. ഇത് വഴറ്റിയ ഉള്ളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 10 മിനിറ്റ് ഇങ്ങനെ വേകണം. ഉള്ളീൻ്റെ നീരും കൂന്തലിൻ്റെ എല്ലാം മിക്സാകും. അതിൻ്റെ ടേസ്റ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമായി ഒന്ന് വെന്ത് വരണം. സ്വല്പം ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അപ്പം ഞാനിച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിൽ ചോറുണ്ട്. അത്ര ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഇതിലേക്ക് 2 തണ്ട് കരിവേപ്പിലയും നുള്ളിയിട്ടിട്ടുണ്ട്. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്.